നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ ചെറുപ്പമായി നിലനിർത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഇതിനൊരു സയന്റിഫിക് വശം കൂടി വന്നിരിക്കുന്നു. ഗവേഷകർ അതിൽ സത്യമുണ്ടെന്നും വിശ്വസിക്കുന്നു. ജീവിതകാലം മുഴുവൻ സ്ട്രോങ് സപ്പോർട്ടീവ് റിലേഷൻഷിപ്സ് കെട്ടിപ്പടുക്കുന്ന ആളുകൾ യങ് ആയി തോന്നുക മാത്രമല്ല, അവരുടെ ശരീരം ഒരു ബയോളജിക്കൽ ലെവലിൽ കൂടുതൽ സാവധാനത്തിൽ വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഒരു പുതിയ പഠനം കണ്ടെത്തിയിരിക്കുന്നു. ബ്രെയിൻ ബിഹേവിയർ ആൻഡ് ഇമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം അർത്ഥവത്തായ ബന്ധങ്ങളും സമൂഹ ജീവിതത്തിലെ ആക്റ്റീവായ ഇടപെടലും ഒക്കെ നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ ക്ലോക്കിനെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുമെന്നും അതൊരു വ്യക്തിയുടെ ബയോളജിക്കൽ ഏജ് കുറയ്ക്കുമെന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തിന് ശാശ്വതമായ ബന്ധങ്ങൾ ഇത്ര പ്രധാനമാകുന്നത് എന്നും ഗവേഷണം എന്താണ് പറയുന്നതെന്നും വിശദമായി നോക്കാം. അമേരിക്കയിലെ മിഡ് ലൈഫ് എന്ന പദ്ധതിയിൽ പങ്കെടുത്ത 2100-ലധികം പേരെയാണ് ഗവേഷണം പരിശോധിച്ചത്. ഈ പഠനത്തിന്റെ കേന്ദ്ര ബിന്ദു ശരീരത്തിന്റെ എപ്പിജെനറ്റിക് ക്ലോക്കുകളായിരുന്നു. ഒരു വ്യക്തി എത്ര വേഗത്തിൽ വാർദ്ധക്യം പ്രാപിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന മോളിക്യുലാർ മാർക്കേഴ്സ് അഥവാ തന്മാത്ര മാർക്കറുകളാണിത്. ഏറ്റവും വിശ്വസനീയമായ 2 ക്ലോക്കുകളായ ഡന്നഡിൻ പേസും ഗ്രിം ഏജും രോഗസാധ്യതയുടെയും മൊത്തത്തിലുള്ള ആയുസിന്റെയും ശക്തമായ സൂചകങ്ങളായി അറിയപ്പെടുന്നു. 2 ക്ലോക്കുകളും അനുസരിച്ച് സ്ഥിരവും വിശ്വസനീയവുമായ സാമൂഹിക ബന്ധങ്ങളുള്ള ആളുകൾക്ക് വളരെ പ്രായം കുറഞ്ഞ ജീവശാസ്ത്രപരമായ പ്രൊഫൈലുകൾ ഉണ്ടെന്ന് കണ്ടെത്തലുകൾ കാണിച്ചു. 4 പ്രധാന മേഖലകളാണ് പഠനം പരിശോധിച്ചത്. മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ഊഷ്മളതയും പിന്തുണയും, സമൂഹമായും അയൽപക്കവുമായും എത്രത്തോളം ബന്ധമുണ്ട്, മതപരമോ വിശ്വാസപരമോ ആയ സമൂഹങ്ങളിലുള്ള ഇടപെടൽ, സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള തുടർച്ചയായ വൈകാരിക പിന്തുണ. ഇനി വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട സുപ്രധാന ജൈവ വ്യവസ്ഥകളിൽ എപ്പിജെനറ്റിക്, ഇൻഫ്ലമേറ്ററി, ന്യൂറോ എൻഡോക്രൈൻ പാതകൾ ഉൾപ്പെടെ ആജീവനാന്ത സാമൂഹിക നേട്ടങ്ങൾ ഒരു മുദ്ര പതിപ്പിക്കുന്നു എന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധേയമായൊരു നിരീക്ഷണം ഹൃദ്രോഗം, പ്രമേഹം, ന്യൂറോ ഡീജനറേഷൻ തുടങ്ങിയ അവസ്ഥകളുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫ്ലമേറ്ററി മോളിക്യൂളായ ഇന്റർലൂക്കിൻ 6ന്റെ താഴ്ന്ന നിലകളുമായി ശക്തമായ സാമൂഹിക നേട്ടം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. രസകരമെന്ന് പറയട്ടെ, ഈ ബന്ധം കോർട്ടിസോൾ അല്ലെങ്കിൽ കാറ്റക്കോൾമിൻ പോലുള്ള ടെമ്പററി സമ്മർദ്ദ മാർക്കറുകളിലേക്ക് വ്യാപിച്ചിട്ടില്ല. അതായത് ഒരു സൗഹൃദമോ ഒരു ചെറിയ സാമൂഹിക പ്രവർത്തനമോ വാർദ്ധക്യ പ്രക്രിയയെ മാറ്റിമറിക്കുന്നു എന്നല്ല, മറിച്ച് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലായി വർഷങ്ങളായി കെട്ടിപ്പടുത്ത സാമൂഹിക ബന്ധങ്ങളുടെ ആഴവും സ്ഥിരതയുമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. കൂടുതൽ ക്യുമുലേറ്റീവ് സോഷ്യൽ അഡ്വാൻസ് ഉള്ള ആളുകൾക്ക് ജൈവശാസ്ത്രപരമായ വാർദ്ധക്യം മന്ദഗതിയിലാകാനും വിട്ടുമാറാത്ത വീക്കമൊക്കെ കുറയാനും സാധ്യതയുണ്ടെന്ന് ഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തി. ക്യുമുലേറ്റീവ് സോഷ്യൽ അഡ്വാൻസ് എന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സാമൂഹിക ബന്ധങ്ങളുടെ ആഴത്തെയും വ്യാപ്തിയെയും കുറിച്ചാണ് എന്നാണ് ഗവേഷണം കാണിക്കുന്നത്. സാമൂഹിക ബന്ധങ്ങൾ സന്തോഷത്തിന്റെയോ സമ്മർദ്ദ പരിഹാരത്തിന്റെയോ ഉറവിടങ്ങൾ മാത്രമല്ല എന്നും ശാരീരിക ആരോഗ്യം രൂപപ്പെടുത്തുന്നതിൽ അവ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. പഠന സഹരചയിതാവ് ആന്റണി യോങ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു റിട്ടയർമെന്റ് അക്കൗണ്ട് പോലെയുള്ള സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ എത്ര വേഗം ഒരു നിക്ഷേപം ആരംഭിക്കുകയും കൂടുതൽ സ്ഥിരതയോടെ സംഭാവന നൽകുകയും ചെയ്യുന്നുവോ അത്രയും കൂടുതൽ വരുമാനം ലഭിക്കും. ആ വരുമാനം വൈകാരികം മാത്രമല്ല, അവ ജൈവികമാണെന്നും പഠനം കാണിക്കുന്നു. സമ്പന്നവും കൂടുതൽ സുസ്ഥിരവുമായ സാമൂഹിക ബന്ധങ്ങളുള്ള ആളുകൾ അക്ഷരാർത്ഥത്തിൽ ബയോളജിക്കൽ തലത്തിൽ കൂടുതൽ സാവധാനത്തിൽ മാത്രം പ്രായമാകുന്നു. ഹെൽത്തിയായി വാർദ്ധക്യം പ്രാപിക്കുക എന്നതിനർത്ഥം ആരോഗ്യത്തോടെ ഇരിക്കുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക എന്നിവയാണ്. അവ വേർതിരിക്കാനാവാത്തതാണ്.